ഈ ആർട്ടിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി കൂടെയാണ് എന്നുള്ളത്. കലയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള പഴയ വാദത്തിൻ്റെ തുടർച്ച ഇപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. എന്താണ് കല ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൊഫഷണൽസ് ഉണ്ടാവും, ഇതിനകത്ത് കുറേ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷേ അത് ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ക്രിയേറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അവരൊരു ജോലി ചെയ്യായിരിക്കും, പക്ഷേ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന വാക്കിനെ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇയാൾ ചോദിക്കുന്ന ചോദ്യം വളരെ സൂക്ഷ്മമായിട്ട് ഉത്തരം പറയേണ്ടി വരണമാണ്. നമ്മൾ ഈ ആർട്ട് എന്നൊക്കെ പറയുന്നത് ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ജീവിതത്തിനെ നേരത്തെ അനുഭവിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന മേഖലയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ ഗുഹാചിത്രങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു രീതി തന്നെയാണ്. ഇണയെ ആകർഷിക്കാൻ വേണ്ടി നല്ല തൂവലുള്ള ഒരു കിളി മാറുന്നത് ഇണയെ ആകർഷിക്കാനാണെന്നറിയണം. അല്ലാതെ അത് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നല്ല പാട്ട് പാടുന്ന കിളികളെല്ലാം പാട്ടുകൾ പാടുന്നതിന് അതിൻ്റെ ഇണയെ ആകർഷിക്കാനാണ്. അപ്പോൾ ഈ ഭാഷയൊക്കെ അർത്ഥമുള്ള സിമ്പലൊക്കെ ഉണ്ടാക്കിയ അതിന് മുമ്പ് തന്നെ മ്യൂസിക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കിളികൾ പാടുന്നത് മ്യൂസിക്കാണെന്ന് അല്ലെന്ന് വിചാരിക്കരുത്. നമ്മൾ അനുകരിക്കുന്നതല്ല, നമ്മളത് എവല്യൂഷണറി ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കോംപ്ലക്സ് ആനിമലാണ്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവനും കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യകാലത്ത് ഭാഷ വികസിക്കുന്നതിന് മുമ്പ് തന്നെ വികസിച്ചതാണ് ഈ ആർട്ടെല്ലാം. സൈൻ ലാംഗ്വേജൊക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത്. ശബ്ദത്തിനകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ശബ്ദമേ ഉണ്ടാക്കുന്നുള്ളൂ. സ്പെയിനിൽ നിന്ന് ഒരാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ശബ്ദമേ ഉണ്ടാക്കുന്നുള്ളതെന്നറിയാം. ഭാഷയായി മാറണമെങ്കിൽ കളക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്ത് കാക്ക എന്ന് പഠിപ്പിച്ച് ഭാഷ രൂപപ്പെടുത്തി പറ്റും. അതുകൊണ്ട് ആവർത്തനം കൊണ്ട് ഉറപ്പിക്കുന്ന അല്ല, ശബ്ദത്തിനകത്ത് അർത്ഥം വരുപ്പില്ല. അർത്ഥം അപ്പുറത്തിരിക്കുന്ന കേൾവിക്കാരനും നമ്മളും തമ്മിൽ നടക്കുന്ന ആശയവിനിമയത്തിനൊരു പ്രതലം ഉണ്ടാക്കുന്നത് വഴി ഉണ്ടാകുന്നത്. അതുപോലാണ് ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആ മേഖല മുഴുവൻ വരുന്നത്. അപ്പോൾ ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്ഷോഭത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷനാണതല്ല, നീരസം കാണിക്കേണ്ടതുണ്ട്. ഒരാൾ നമ്മുടെ മടിയിലോട്ട് കയറി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കരുതെന്ന് പറയുന്നതിന് വാക്കൊന്നും പറയണ്ട, വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പം തന്നെ അവർക്ക് മനസ്സിലാകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, മാറി നിൽക്കും. ഇത് ഒരാൾ പിടിക്കാൻ വരുമ്പോഴും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ കാര്യങ്ങളാണ് ഇയാൾ ഇന്ന് ആർട്ടെന്ന് പറയുന്ന സകല സാധനം നമുക്ക് ആദ്യമേ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ എഴുതുന്നതും പറയുന്നതുമായ ഭാഷ വികസിപ്പിച്ചപ്പോഴേ അബ്സ്ട്രാക്റ്റായിട്ട് അനുഭവത്തിനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വളരെ കുറച്ച് ശബ്ദങ്ങളിലൂടെ ഈ വലിയ ലോകം വളരെ അധികം വിശദീകരിക്കാതെ പറയാൻ പറ്റും എന്ന് കാണുന്നത് കൊണ്ടാണ് ഭാഷ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആർട്ട് ഇതിൻ്റെ സെക്കൻഡറി ആയിട്ട് മാറുന്നത്. മറ്റേതങ്ങനെ അല്ല. ഡാൻസ് ചെയ്തിപ്പം ഇണകൾ തമ്മിൽ ഭയങ്കര ഡാൻസാണ്. നമ്മൾ ഷാരൂഖ് ഖാനും ഒരു പെണ്ണും കൂടെ ഈ ബോളിവുഡിൽ ഡാൻസ് ചെയ്യുന്നതിനേക്കാളും വലിയ ഡാൻസാണ് ഈ കിളികളെല്ലാം ചെയ്യുന്നത്. അത് അവരാരെങ്കിലും എവിടെങ്കിലും പോയി ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ടൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഭരതനാട്യം ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം എന്നൊന്നും കാണിക്കണ്ട. നന്നായി ചെയ്യാനറിയാവുന്നവരവർ. അവർക്കത് കൃത്യമായിട്ട് അറിയാം. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ ആണെന്നറിയാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് ആർട്ട് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അല്ലാതെ ആർട്ട് എന്താണ് സാമൂഹികമായ ഇതാണോ അല്ലയോ എന്നൊക്കെ പറയുന്നത് മനുഷ്യരവരുടെ ലോകം രൂപപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള നിർവചനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി ഒരു ഹിസ്റ്ററിക്കകത്താണ് ഇത് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും കലയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നത്. ജീവിതത്തിനെ മനസ്സിലാക്കാത്തവരുടെ ഡിസ്കഷനകത്താണ് അതെല്ലാം ഉള്ളത്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. നമ്മളിപ്പോൾ ഇയാളിട്ടിരിക്കുന്ന ഉടുപ്പ് വളരെ സൗന്ദര്യമുള്ള ഒരു ഉടുപ്പല്ലേ. ആ ഉടുപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ ഇഷ്ടമാകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിടുന്നത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടാൽ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ് നമ്മൾ ഈ ഒരുങ്ങുക എന്ന് പറയുന്നത്. രാവിലെ എണ്ണീറ്റിട്ട് നമ്മൾ ഒരുങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്ന് പറയുന്നത് അവസാനം ഒരുങ്ങിയിട്ട് ഒരു ചിരി ചിരിക്കുന്ന കണ്ണാടി ചിരിക്കുന്നത് നമുക്ക് വേണ്ടി ചിരിക്കുന്നതാണോ? നമ്മുടെ ചിരി നന്നാണോ എന്ന് നോക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരെ പുഞ്ചിരിച്ച് ആളുകളെ ഇഷ്ടപ്പെടുത്താനാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് വലിയ കമ്മ്യൂണിക്കേഷനാണ്. ആഹ്ലാദകരമായി ഞാനിരിക്കുന്നത്, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് കൊള്ളത്തില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉന്നയിച്ചിട്ടാണ് നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത്. ഇതിന് ശേഷമാണ് വാക്കുകളൊക്കെ, അല്ലാതെ തിരിച്ചല്ല. അതുകൊണ്ട് ആർട്ടാണ് ആദ്യം ഉള്ളത്. എന്ന് പറഞ്ഞാൽ അത് ഭാഷയിലാകാത്ത
എക്സ്പ്രസ് ചെയ്യാനൊക്കുന്ന സന്തോഷവും സങ്കടവും എല്ലാം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മേഖലയാണത്. നമ്മൾ വേഷത്തിനകത്ത് കറുത്ത വസ്ത്രം ധരിച്ചിട്ട് ദുഃഖം കാണിക്കുന്നത് ഇതെല്ലാം അതെങ്ങനെയാണ്? ഈ മീനിങ് നമ്മൾ ആരോപിതമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പം അതെല്ലാം നമ്മളങ്ങനെ ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആദ്യ ആർട്ടിസ്റ്റുകളെ ഉള്ളു. ഇന്ദ്രിയങ്ങളിലെല്ലാം കണ്ണിനും ചെവിക്കും തൊട്ടും നമ്മളിങ്ങനെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം വലുതാ. സ്പർശനം കിട്ടാൻ ആൾക്കാർ വന്ന് നിൽക്കത്തില്ലേ? ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ആദ്യം നമ്മൾ ആർട്ടിസ്റ്റിക്കായ എക്സ്പ്രഷൻസാണ്. പിന്നെ നമ്മൾ ഈ ഭാഷ വികസിച്ച് അതുകൊണ്ട് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇഷ്ടംപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വന്നപ്പോഴാണ് ആർട്ടിന് ആ നിലവാരത്തിൽ എംബലിഷ്മെൻറ്റിൻ്റെ യുക്തിക്കകത്ത് ഇതിനെ ഈ ഭാഷയെ പൊലിപ്പിക്കുന്നതായിട്ടാണ് നിൽക്കുന്നത്. ആദ്യകാലത്ത് കവിതയിലായിരുന്നു എല്ലാവരും എഴുതുകയും പറയുകയും ചെയ്തിരുന്നത്. എല്ലാ ഇതിഹാസങ്ങളും കവിതയ്ക്കകത്തല്ലേ. കാരണം ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ ഈ കവിതയാണ് എളുപ്പം. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ട് എഴുത്ത് ഭാഷയില്ലാതിരുന്ന സമയത്ത് എല്ലാ കാവ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അത് കണക്ക് പഠിപ്പിക്കുന്നതും കാവ്യത്തിലാണ്, അല്ലാതെ തിരിച്ചല്ല. ഇപ്പൊ ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടി കുട്ടികളെ പഠിപ്പിക്കണം. പണ്ട് പാട്ടിലായിരുന്നു എല്ലാം പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഇതിനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ തലതിരിഞ്ഞു പോയത് കൊണ്ടാണ് നമുക്കിത് ഇപ്പം ഇത് മനസ്സിലാകാത്തത്. ആർട്ട് എന്തോ എക്സ്റ്റൻഷൻ, അങ്ങനല്ല. നമ്മളെല്ലാം ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ഓരോ തരത്തിലെ ആളുകൾ അപ്പുറത്തുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ മാധ്യമമാണ് നമ്മുടെ ആർട്ടെന്ന് പറയുന്നത്. അത് പലതരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് പ്രസൻറ്റബിൾ ആകുക, മറ്റുള്ളവർക്ക് പ്രസൻറ്റബിൾ ആകുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക്കാണ്. ഇതൊക്കെ ആ ഏരിയ നമ്മൾ മനസ്സിലാക്കാതെ തിരിച്ചത് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ യുക്തിപരമായി ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ തലതിരിച്ച് കളഞ്ഞത്. മറ്റേത് ഗുഹാചിത്രങ്ങൾ മുഴുവനും അവിടെ വരച്ചിരിക്കുന്നത് എല്ലാം മൃഗങ്ങളുടെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത്. കാരണം ഈ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതാണ് ഈ മൃഗം എന്താണ് ചെയ്യുന്നത്, അത് എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മുഴുവൻ അതിനകത്തായിരുന്നു. അന്ന് സംസാരിക്കുന്നില്ല, പടം വരച്ചിട്ടാണ് അത് കാണിച്ചിരുന്നത്. ആ ചിത്രങ്ങളാണ് ഇന്ന് ഗുഹാചിത്രങ്ങളായിട്ട്. നമ്മൾ അതിനൊക്കെ ശേഷം ആർട്ടിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണെന്നൊക്കെ പറയുന്ന ഇന്നത്തെ നമ്മുടെ യുക്തിക്കകത്തൊക്കെ വരുന്നപ്പോഴാണ് ഈ തിരിഞ്ഞു പോയത്. നമ്മൾ ഈ പറയുന്നത് പ്രധാനപ്പെട്ടത് ഇതല്ല. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മേശയും കസേര ഉണ്ടാക്കുന്നത് പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, അതിനകത്ത് തന്നെ അത് കലാമൂല്യമുള്ളതാക്കി മാറ്റുന്നത്. നമ്മൾ വെറുതെ ഒരു പിച്ചാത്തിക്ക് ഒരു പിടി ഉണ്ടാക്കി ആ പിടിയിൽ നമ്മൾ ചിത്രം വരയ്ക്കുന്നതൊക്കെ നമ്മൾ എന്നേ ചെയ്തിട്ടുള്ളതല്ലേ. നമ്മൾക്ക് ആദ്യത്തെ ലോകത്ത് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1,00,000 വർഷമായി ഈ കക്കയുടെ നടുവിലെ ദ്വാരമിട്ട് ഒരു മാലയിൽ കോർത്തിരുന്നതാണെന്ന് കാണാനൊക്കെ കാക്കകൾ 1,00,000 വർഷത്തിന് മുമ്പ് ആഫ്രിക്കയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് നമ്മുടെ ദേഹത്ത് ഇട്ടിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം അവനെ ചോദിച്ചു കഴിഞ്ഞു. ഭാഷ അന്ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കത് കരുണ്ട് അതിന് തെളിവ് ഭാഷ എന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതിന് നമുക്കൊരു തെളിവ് ഭൗതികമായി കാണിക്കാനൊക്കത്തില്ല. മെറ്റീരിയൽ ആയിട്ട് കാണിക്കാനായിട്ട് പാടാണ്. കാരണം അത് ഇല്ല. ശബ്ദത്തിന് നമുക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. പക്ഷേ ഭാഷ നമ്മുടെ ലാറിങ്സ്, നമ്മുടെ തൊണ്ടയൊക്കെ ശരിയായി വരണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടേ പറ്റത്തുള്ളെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഭാഷ പ്രത്യക്ഷപ്പെട്ടതല്ലെന്നും കാണാൻ പറ്റും. ശരീരം വളരെയധികം ഒരുങ്ങി ശബ്ദം വളരെ നേർത്ത തരത്തിൽ വിന്യസിക്കാനുള്ള എബിലിറ്റി ഇപ്പോൾ ചിമ്പാൻസിയെ നമ്മൾ പറയുന്നത് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അതിന് ആ തൊണ്ട അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇനി എത്ര പഠിപ്പിച്ചാലും സൈൻ ലാംഗ്വേജ് ഒക്കെ കുറച്ച് പഠിപ്പിക്കാം എന്നുള്ളതല്ലാതെ ഭാഷ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭാഷ എന്ന് പറയുന്ന എബിലിറ്റി മനുഷ്യർക്ക് രൂപപ്പെട്ടിരിക്കുന്നത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണെന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ തെളിവ് നമുക്ക് എടുക്കാനൊക്കത്തില്ല. കാരണം അത് അവിടെ ഭിത്തിക്ക് പടയുക കാണുമല്ലോ. അത് എഴുത്തു ഭാഷ. അക്ഷരം എഴുതി തുടങ്ങിയത് നമുക്ക് ഉള്ള തെളിവെന്ന് പറയുന്നത് ഒരു 8,000 വർഷത്തിനകത്തേ ഉള്ളൂ ലിപി ഉണ്ടാകുക എന്ന്. അപ്പോൾ വാമൊഴിയായിട്ടായിരുന്നു എല്ലാവരും. അതുകൊണ്ടാണ് കവിതയിലായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ആദ്യം കവിതയിലാണ് ഉണ്ടെന്നേ, കാവ്യങ്ങളാണ് എഴുതിയിരുന്നത്. ആദ്യം എഴുതിയതെല്ലാം ശ്ലോകങ്ങളും പദ്യങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇത് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. അത് അങ്ങനെയാണ് പാട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് കാവ്യാത്മകമായ ജീവിതത്തിനകത്തുനിന്ന് കുറച്ച് എന്താ പറയണ്ടേ, അത്രയും കവിതയില്ലാത്ത കഷ്ടം പിടിച്ച ജീവിതമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ കാൽപ്പനികത നമ്മുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ കാൽപ്പനികതയുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും നമ്മൾ പണ്ട് നല്ലതായിരുന്നു, പണ്ടത്തെ പാട്ടുകൾ നല്ലതായിരുന്നു, പണ്ടത്തെ കുടുംബ വ്യവസ്ഥ ജീവിതം നല്ലതായിരുന്നു,
ഇതെല്ലാം പണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും നമുക്ക് ആധുനികമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു മാവേലി നാടിനെ അനുഭവിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു കാൽപ്പനികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചരിത്രബോധം ഇല്ലാത്തൊരു പറച്ചിലല്ലേ? ആളുകളുടെ കൊതികളാണ് ആ പറയുന്നത്. കുട്ടിക്കാലത്തേക്ക് പോകുന്ന മനുഷ്യരുടെ അതാണ്. നമുക്ക് ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി മാറുന്ന സമയത്ത് ജീവിതം ഭാരമായിട്ടൊക്കെ തോന്നും. കുട്ടിക്കാലത്ത് ഉത്തരവാദിത്തങ്ങളില്ല, വല്ലവരുടെ ഉത്തരവാദിത്തം ജീവിച്ചാൽ മതി. അത് കാരണം കൊണ്ട് തിരിച്ച് കുട്ടിക്കാലത്തേക്ക് നൊസ്റ്റാൾജിക്കായിട്ട് പറയുന്നവരുടെ ലോകമാണത്. അങ്ങനെ അല്ലാതെ ഉത്തരവാദിത്തത്തോടെ സ്വാതന്ത്ര്യം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ നൊസ്റ്റാൾജിക് ആകുന്നത്. സത്യത്തിൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ അറിവ് കൂടുതൽ കിട്ടുക. അപ്പോൾ കുറച്ചുകൂടെ ആസ്വാദനവും നമ്മുടെ ഒരു ജീവിത നിലവാരവും കൂടിയിട്ടുണ്ട്. അപ്പം കൂടുതൽ നല്ല ജീവികൾ അല്ലെങ്കിൽ നല്ല ജീവിതം ജീവിക്കാൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യത്തിലല്ലേ? ആണ്. പക്ഷേ നമ്മുടെ ലോകം നമ്മൾ കെട്ടപ്പെടുത്ത് മനുഷ്യചരിത്രം അങ്ങനെയല്ല. പല ഗോത്രങ്ങളിൽ കഴിഞ്ഞ മനുഷ്യരെ ഒന്നിക്കുക എന്ന് പറയുന്നത് താനേ ഒന്നിച്ചതല്ല, ബലപ്രയോഗത്തിൽ മാത്രമാണ് ഒന്നിച്ചത്. ഇപ്പം ഹരാരെ പറയും, ഒരു സ്റ്റേഡിയത്തിൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഒരു സഹകരണത്തിൻ്റെ വലിയ അത് അദ്ദേഹത്തിന് ആദ്യകാലത്തെ ചരിത്രത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ചരിത്രകാരനാണ് അദ്ദേഹം. പക്ഷേ ട്രൈബ്സ് നമ്മൾ ഇപ്പോഴും കാട്ടി നോക്കിയാൽ മതി, ഓരോ ട്രൈബ് വേറെ 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 തന്നെയാണ് താമസിക്കുന്നത്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയെത്തിക്കാറൊന്നുമില്ല. ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടർ പിടിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിക്കുന്നത് അടിമകളായിട്ടാണ്. അങ്ങനെയാണ്. അപ്പോഴാണ് ഒന്നാമത്തെ തട്ടും രണ്ടാമത്തെ തട്ടും ഉണ്ടായി. തട്ടുകളിലായിട്ട് മൂന്നാമത്തെ കൂട്ടരെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ മൂന്നാമത്തെ തട്ടിലായി. ഇങ്ങനെ ഒരിടത്ത് ഒന്നിച്ച് ജീവിക്കുമ്പോഴും സഹകരിക്കുന്നു നമ്മൾ പറയുന്നത് തട്ട് സമൂഹത്തിനകത്തെ സഹകരണമേ ഉള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു മേഖല മനസ്സിലാക്കാതെ നമ്മൾ ഈ പറയുന്ന ഇഷ്ടം പോലെ സൗകര്യങ്ങൾ വന്നാൽ അത് നമ്മുടേതായി ആസ്വദിക്കാനോ ജീവിക്കാനോ സത്യത്തിൽ കഴിയാത്ത നിലവാരത്തിൽ തട്ട് സമൂഹത്തിനകത്താണ് നമ്മളുള്ളത്. അത് വളരെ സ്ട്രിഞ്ചൻ്റായിട്ട് ആചരിച്ചിരുന്നതാണ് ആദ്യകാലത്തെല്ലാം. വളരെ കൃത്യമായിട്ട് തട്ടായിട്ടായിരുന്നു നിന്നിരുന്നത്. അത് മാറുന്നത് ഫാക്ടറികൾ വരുമ്പോഴാണ്. പല തട്ടിലുള്ളവരെ ഒന്നിച്ച് കൊണ്ടുവന്ന് ഫാക്ടറിയിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ തുല്യതയെ പറ്റിയുള്ള ചർച്ചയും ലിബർട്ടിയെ പറ്റിയുള്ള ചർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അതുവരെ നമുക്ക് അങ്ങനെയില്ല. വളരെ കൃത്യമായ ഹെറാർക്കിക്കലായ മൂല്യബോധമാണ് നമുക്കുള്ളത്. അത് കാരണം കൊണ്ട് നിങ്ങൾ എത്ര സ്വത്തുണ്ടായാലും ശരി, സ്വത്ത് ആർജിച്ച് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളിന് മാത്രമേ അല്പമെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിക്കത്തുള്ളൂ. അവർക്ക് പോലും അവർ മറ്റുള്ളവരെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് അവർക്ക് ഈ അടിച്ചമർത്തിയവരുടെ പേടിയോടെ ഇരിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് രാജത്വം ഉള്ളവർക്ക് മുഴുവൻ അംഗരക്ഷകർ ആവശ്യമായിട്ട് വരുന്നത്. അവർക്ക് ഒരിക്കലും അവർ കഴിക്കുന്ന ഭക്ഷണം ആ കൊണ്ടുവന്നവനെ കൊണ്ട് തീറ്റിച്ചിട്ടായിരുന്നു ഒരു രാജാവ് തിന്നുള്ളൂ. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ ആരാണ് അവരെ കൊല്ലാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ. അത്ര ഭീതി നിറഞ്ഞ സ്വാതന്ത്ര്യമാണ് ഈ രാജാക്കന്മാരെല്ലാം അനുഭവിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ അവരെ കൂട്ടുകൂടുന്നവരെ മുഴുവൻ സംശയിച്ചേ പറ്റൂ. സംശയിക്കാതിരിക്കാനൊക്കത്തില്ല. കാരണം ആരാണ് നമുക്ക് പാര വയ്ക്കാമെന്ന് അറിഞ്ഞുകൂടാതെ മുഴുവൻ സമയവും രാത്രി മുഴുവനും കാവല ആളെ നിർത്തി നോക്കുമ്പോൾ കാവക്കാരൻ കൊല്ലും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ഭീതിജനകമായ ഒരു അനുഭവമാണ് ഈ രാജത്വം എന്ന് പറയുന്നത്. ഏകാന്തത, ഒറ്റപ്പെട്ടവരുടെ ലോകമാണ്. അവർ ഒരു കാലത്തും സ്വാതന്ത്ര്യം അനുഭവിക്കത്തില്ല. ജയിലിനകത്ത് സൂപ്രണ്ടിൻ്റെ സ്വാതന്ത്ര്യം എത്രയാ? ജയിൽ പുള്ളിയുടെ നടുവിൽ ഇരിക്കാനൊക്കത്തില്ലേക്ക്. ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് വളരെ വലിയ സ്വത്തിൻ്റെ നടുവിൽ അവർ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കാണത്തേയില്ല. ഇതൊക്കെ നമ്മളെ തിരിച്ചറിയേണ്ട ഫലമാണ്. ഇന്ന് മനുഷ്യരനുഭവിക്കുന്നു. നമ്മളിപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ജനകീയമായ ഇടപെടലുകളിലൂടെ രൂപപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന് വളരെ വലിയ മൂല്യമുള്ളതാണ്. ഒരു കാലത്തും ഒരു മാവേലി ലോകവും ലോകത്തുണ്ടായിട്ടില്ല. രാജാവ് ഭരിക്കുന്നിടത്ത് തട്ടേ ഉണ്ടാവുകയുള്ളൂ. തട്ട് സമൂഹത്തിനകത്ത് അസ്വാതന്ത്ര്യം ഇല്ലാതിരിക്കാൻ പറ്റത്തേയില്ല. ഒരു പഴയ കാലത്തെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് രാജാവിന് കൊട്ടാരം ഉണ്ടായിരുന്നു, സ്വർണ്ണ കസേര ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ മുഴുവൻ അടിമകളായിട്ട് തന്നെ കഴിയേണ്ടി വരും. കൊട്ടാരവും കുടിലും തന്നെയാണ്. എല്ലാവരുടെയും സ്വപ്നമാണ് കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ. പക്ഷെ കൊട്ടാരത്തിൽ ചെന്നവനെല്ലാം ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയുന്നവനായിട്ട് മാറുകയും ചെയ്യും. ഇത് ഈ ഏകാന്ത തടവിന് വിധിക്കുന്നത് പോലെയാണ്. ഡെമോക്രസിൻ്റെ വാളിനെ പറ്റി പറയും. കസേരയിലിരിക്കുമ്പം മുകളിലൊരു വാളുണ്ട്, അത് എപ്പം പൊട്ടി തലേ വീഴുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരു രാജാവിനെ പറ്റി അവരും സങ്കല്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ അല്ലെന്ന് വിചാരിച്ചുവിടാം. കാരണം കീഴടക്കിയവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. കാരണം കീഴടക്കപ്പെട്ടവർ എപ്പോഴും മോചിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും.
അത് കാരണം കൊണ്ട് അപകടത്തിൻ്റെ നടുവിലേ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഭരണാധികാരികളും അസ്വതന്ത്രരായിരിക്കും. ഭരണമില്ലാത്ത ലോകത്തിനെ പറ്റിയാണ്, പരസ്പര സഹകരണത്തിൻ്റെതായ യുക്തിയാണ് നമ്മളിന്ന് പറയുന്നത്. ഇന്നത്തെ അത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരു കാലത്തും മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാകത്തില്ല. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും ഒരു കാലത്തും ലോകത്ത് മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല. ഇതുകൊണ്ടാണ് ഈ 800 കോടി ജനവും ഉണ്ടായത്. പണ്ടങ്ങനെ പറ്റത്തില്ല. 200 കോടി ജനം 1927 ഈ സെൻസസും കണക്കും ഒക്കെ വെച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 600 കോടി ജനം കൂടിയിട്ടുണ്ട്. അവരിൽ ഈ 800 കോടിക്കകത്ത് ഒരു 700-നും 650-നും ഇടയ്ക്ക് ആൾക്കാർ ഒരു കാലത്ത് ഒരു രാജാവും കഴിയാത്ത അത്രയും സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നുണ്ട്. പട്ടിണി കിടക്കുന്ന ഒരു 150 കോടിക്കകത്തേ ഉള്ളൂ. പണ്ട് 200 കോടിക്കകത്ത് 150 കോടിയും പട്ടിണിയാണ്. 50 കോടിയാണ് കഷ്ടിച്ച് പായസമൊക്കെ വെച്ച് അല്ലെങ്കിൽ പുഴുക്ക് തിന്നിരുന്ന രാജാക്കന്മാരായിട്ടിരുന്നത്, അല്ലാത്തവരല്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരു കാലത്തും മനുഷ്യകുലം ജീവിച്ചിട്ടില്ല. മൈത്രേയൻ പ്രണയത്തെക്കുറിച്ചും ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടെ പോവേണ്ടതുണ്ട്. ശരിക്കും നമ്മുടെ ജീവൻ്റെ ഒരു ആവശ്യമാണ് അടുത്ത തലമുറ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രണയം എന്ന് പറയുന്ന ഒരു പരിണാമപരമായ ഒരു കാര്യവും കൂടിയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മനുഷ്യൻ ഇതിൻ്റെ പലതരത്തിലുള്ള ആസ്വാദനത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള റിസർച്ച് ചെയ്യുന്നത് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രണയത്തെക്കുറിച്ച് ഒരു സൈഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള റിസർച്ചസിലേക്ക് പോകുമ്പോഴും ഒരു സൈഡിൽ സദാചാരം എന്ന് പറയുന്നത് നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. പലതരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് പുറകോട്ട് വലിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ പ്രണയത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്കിത് കിട്ടില്ല. ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ ജീവികളും ഇതെങ്ങനെയാണ് വൈഡായിട്ട് സ്പ്രെഡ് ആവേണ്ട ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുക? ഇയാളിത് പറയുന്നത് ജനാധിപത്യത്തിനകത്തെ പ്രണയത്തിനെ പറ്റിയാണ് ഇപ്പോൾ ഇയാളുടെ ചോദ്യം. നമ്മളിപ്പോഴും ഹെയറാർക്കിക്കലായിട്ടുള്ള തട്ട് സമൂഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുമ്പോൾ ഗുണപരമായി 1947 ആഗസ്റ്റ് 16 ആരനുഭവിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഒരു ഡേറ്റ്. അതുകൊണ്ടാണ് അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇത് ഈ ഇന്ത്യക്കാരുടെ മാത്രം പ്രശ്നമല്ല. എല്ലായിടത്തും ആ ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജനവിരുദ്ധമായ സംവിധാനങ്ങളെയാണ് നമ്മൾ ഭരണക്രമമായിട്ട് കാണുന്നത്. ഭരണം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൽ ഭരണമില്ല. ഇതും അറിയണം. ജനാധിപത്യത്തിൽ സേവനവും ക്രമീകരണവുമേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞാലേ ഇയാളുടെ ചോദ്യത്തിനകത്ത് നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇയാൾ ജനാധിപത്യത്തിനകത്ത് സ്വതന്ത്രമായ പൗരന്മാരുടെ പ്രണയത്തിനെ പറ്റി ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന പ്രജകളുടെ ലോകത്തുള്ള മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ടാണ് പെണ്ണ് കാണുന്നിടത്തും അച്ഛനും അമ്മയും ആലോചിക്കുന്ന കല്യാണങ്ങളിൽ നിൽക്കുന്നത്. സ്വയം നമ്മൾ ഇപ്പോഴും നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ ഇണയെ എന്നും തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയാത്തടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് അത് അനുഭവിക്കാത്തത്. അപ്പോൾ ഇണയെ തിരഞ്ഞെടുക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മൾ ഒരുങ്ങിയും ആളുകളെ ഇണക്കാനുള്ള എല്ലാ സാധനവും വരുന്നത്. അപ്പുറത്തെ ആളിനെ അറിഞ്ഞ് അവരോടൊത്ത് ജീവിക്കുന്നത്, അവരുടെ സമ്മതത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ പണ്ട് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവികളും ഇണകളെ ഇണക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുന്നിടത്താണ് നമ്മൾ പ്രണയത്തിൻ്റെ ലോകങ്ങൾ മുഴുവൻ നിന്നത്. അത് കഴിഞ്ഞ് ആ പ്രണയം അനുവദിച്ചിട്ടില്ല. കാരണം തട്ട് സമൂഹത്തിനകത്ത് ഒരാൾ വേറൊരാളെ പ്രണയിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളത് നോക്കും. കണ്ടീഷൻ സപ്ലൈ എന്ന് പറയുന്ന പോലെ കണ്ടീഷൻസിൻ്റെ നടുവിൽ മാത്രമേ അന്ന് പ്രണയം അനുവദിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ പ്രണയിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഈ കല്യാണം കഴിപ്പിച്ചത് തുടങ്ങുന്നത്. പരിചയമില്ലാത്ത രണ്ടുപേരെ. അപ്പോൾ അവർക്കിത് യാതൊരു തരത്തിൽ അറിഞ്ഞുകൂടാ, അതെങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ പ്രണയത്തിനെ നിഷേധിക്കുന്ന ഒരു ഏരിയ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ പറയുന്ന സദാചാരക്കാരുണ്ടാകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് സാധിക്കത്തില്ലെന്ന് പറയാനാണ് ഈ സദാചാരം പറയുന്നത്. സദാചാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്നാണ്. അല്ല, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ സമ്മതിക്കത്തില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇതാണ് ഈ സദാചാരം എന്ന് പറയുന്നത്. അത് ഹെയറാർക്കി എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ള ആളുകളെ മേലെ തട്ടുകാർ അല്ലെങ്കിൽ മേലെ തട്ടിലുള്ളവരെ താഴെ തട്ടുകാർ പ്രണയിച്ചുകൂടാ എന്നുള്ളത് കൊണ്ടാണ് അത് സമ്മതിക്കാത്തത്. ഇതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ജാതി മതം അനുസരിച്ചിട്ട് മാത്രം വിവാഹം നിൽക്കുന്നത്. അതാണ് അവർ നോക്കുന്നത്. അപ്പം തട്ട് സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് സിമ്പലായിട്ടാണ് അതെല്ലാം നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ പ്രണയിക്കുന്നില്ല. നിങ്ങൾക്ക് കൂടെ കഴിയുന്നവരോട് ഇഷ്ടം തോന്നുന്നുണ്ടാകാം. പ്രണയം ഉണ്ടായത്, പ്രണയം എന്ന് പറഞ്ഞാൽ ഊയിങ് എന്നാണ്. അപ്പോഴാണ് ഒരു മയിൽ ആടിയാണ് ഇണക്കുന്നത്.
അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. പാട്ടുപാടിയാണ് ഒരു കുയിലണക്കുന്നത്. അങ്ങനത്തെ എന്ത് പണിയാണ് ഇയാൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പില്ല. വിധിക്കപ്പെട്ടവരുടെ ലോകമാണ്. അവരവിടെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായി പോവാം. രണ്ടുപേര് തമ്മിൽ ജീവിച്ച് തുടങ്ങിയപ്പോൾ പ്രണയം ഉണ്ടാകാം. പക്ഷെ ഒരു 10% കാണുള്ളൂ. ബാക്കി 90% സഫർ ചെയ്യത്തേ ഉള്ളൂ. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് അല്ലാത്തതുകൊണ്ടാണ്. മറ്റേ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ചോയ്സസ് ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ നോക്കും. അതിനെ ഇന്ന് നമ്മൾ ഈ തട്ട് സമൂഹത്തിന്റെ യുക്തിക്കകത്ത് തേപ്പെന്നാ പറയുന്നത്. നമ്മൾ നോക്കിയിട്ട് ഒഴിവാക്കുന്നത്. കടയിൽ കയറി നമ്മുടെ ഒരു ഷർട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 50 ഷർട്ട് എടുത്ത് ഇടത്തില്ലേ? അതിനകത്തൊന്നും പറഞ്ഞാലേ നമ്മൾ എടുക്കുന്നേ. ഈ എടുത്തു നോക്കിയ എല്ലാ ഷർട്ടും മേടിച്ചിട്ട് ഇറങ്ങണമെന്ന് പറയുമോ? അങ്ങനെ തേപ്പൊന്നും അല്ലത്. തെരഞ്ഞെടുപ്പിന്റെ ലോകമാണത്. അപ്പോഴാണ് പരിചയപ്പെടുമ്പം നടക്കാതെ ഇവരുമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് പിരിയുന്നത്. അത് തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അറിവില്ലാത്ത ആളുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയാനോ ഒക്കത്തില്ല എന്നുള്ള കണ്ടീഷനിൽ വീണു പോവുകയാണ്. പേടിച്ചിട്ടാണ് ആൾക്കാർ പ്രണയിക്കുന്നത് തന്നെ പേടിയായിപ്പോയി. കാരണം ഇഷ്ടമാണെന്നെങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ ബാധ്യത വരും. എന്തൊരവസ്ഥയാ. ആഷിഖ് കപൂറിന്റെ സിനിമയ്ക്കകത്ത് പറയുന്നില്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് വിചാരിച്ച കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ടൊന്നും ഞാൻ തയ്യാറല്ല എന്ന് പറയേണ്ടത്. കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് വിചാരിച്ച കാരണം കൊണ്ട് അത് ഒരു കണ്ടീഷൻ അല്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവകാശം ഉണ്ടായിട്ടില്ല. നമ്മൾ രണ്ടുപേരും കൂടെ കാര്യം പറയാതുകൊണ്ട് ഇനി നമ്മൾ രണ്ടുപേരോടും പിരിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം മിണ്ടിയില്ലേ, അത് എനിക്ക് പിരിയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലുള്ള സ്ഥലത്താണ്. വേലിക്ക നിന്ന് മിണ്ടിയവർ പ്രണയക്കാരായി പോയെന്ന് അത് നാട്ടുകാരെല്ലാവരും കൂടെ അവർ പ്രണയക്കാരാണെന്ന് പറയുന്ന വഴിയാണ്. അവരൊരിക്കലും അറിഞ്ഞുകൂടാത്തവരാ. അവരൊരു ജീവിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് ഈ പ്രണയക്കാരെന്ന് നമ്മൾ വിചാരിച്ചിരുന്നവർ പിരിഞ്ഞു പോവും. മറ്റേതങ്ങനല്ല. ആളുകൾ അറിയേണ്ടതുണ്ട് പരസ്പരം. പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് ലൈംഗിക ബന്ധം ഭയങ്കര തടസ്സമായിട്ട് വരുന്നത്? മറ്റുള്ളവരുടെ കുട്ടി ഉണ്ടായി പോവും, സങ്കരവർഗം ഉണ്ടാകും, തട്ട് സമൂഹത്തിനകത്ത് നിർത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ കോണ്ടോം കണ്ടുപിടിച്ച്, ലൂപ്പും കണ്ടുപിടിച്ച്, മാലാടിയും കണ്ടുപിടിച്ച്, മോർണിംഗ് ആഫ്റ്ററും കണ്ടുപിടിച്ച്, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടും ലൈംഗിക ബന്ധം പിന്നെന്തിനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്? നമുക്ക് കുട്ടിയെ എന്നാൽ ഒരു 2 പേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ലൈംഗിക ബന്ധത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുഞ്ഞിനെ നമ്മൾ വളർത്താൻ നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടി ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. അത്രേ അർത്ഥമേ ഉള്ളൂ അവിടെ. അല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പണ്ട് കാലത്ത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുഞ്ഞുണ്ടാകും എന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ ആർക്കും ആവശ്യമില്ലാത്തപ്പോൾ ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ള അറിയുന്നതുകൊണ്ടാണ് അത് അനുവദിക്കാതിരുന്നത്. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഈ പഴഞ്ചൻ മൂല്യവും പുതിയ ലോകവും ഉണ്ടായത് തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്തവരുടെ പ്രശ്നമാണ് സദാചാരം. ആക്ച്വലി ഈ പ്രണയത്തെ അനുഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രണയത്തെ തുടരണമെങ്കിലൊക്കെ നമ്മളൊരു ജീവിയായിട്ട് കഴിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് തുടരാൻ പറ്റുമോ എന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ മാറിപ്പോകണം. ഇപ്പോൾ ലിവിങ് ടുഗദറിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും ഈ ഒരു ആസ്പെക്റ്റിലാണ്. ഇയാളുമായിട്ട് തുടരാൻ പറ്റുമോ, തുടരുന്നുണ്ടോ, സ്വാഭാവികമായിട്ട് അയാളെടുത്ത് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മളത് മാറിപ്പോവാം എന്നുള്ളതാണ്. അപ്പോൾ ജീവിച്ച് നോക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലും സാമൂഹ്യ അവസ്ഥയിലും ഒക്കെ നമുക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അധോലോകത്താണല്ലോ ഇത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓയോ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും കാശ് വേണം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരു തലത്തിലാണ് ഇത് നടക്കുക. എന്താ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ഇത് നടക്കണമെങ്കിൽ വലിയ പാടാണ്. അപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസാണ് കേരളത്തിലുള്ളതെങ്കിൽ ഇവർക്കൊന്നും ഓയോ റൂം ബുക്ക് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അപ്പോൾ പ്രണയം ഒരു സാമ്പത്തിക ശേഷി കൂടെ ആവശ്യപ്പെടുന്നൊരു കാര്യമല്ലേ ഇന്ത്യയെ സംബന്ധിച്ച്? ഇല്ലെങ്കിൽ ഇതേപോലത്തുള്ളൊരു ലോകരാജ്യങ്ങളിൽ, ഇപ്പോൾ വികസ്വര രാജ്യങ്ങളിലൊക്കെ പ്രണയം എല്ലാവർക്കും അങ്ങനെ ആസ്വദിക്കാൻ പറ്റുമോ? സത്യത്തിൽ ഇയാൾ പറയുന്നത് പോലെ അല്ലത് മനസ്സിലാക്കേണ്ടത്. ഗോത്രകാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നതിന് എന്ത് സാമ്പത്തികമാണ് ആവശ്യമുണ്ടായിരുന്നത്? ഒരു പൂവായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു മീനെ പിടിച്ച് വറുത്തുകൊണ്ട് ചെന്നാൽ മതി. ഇയാൾ വിചാരിക്കുന്ന പോലെ അല്ല. അതിനെ മനസ്സിലാക്കിയിരുന്ന ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പായിട്ട് അതിനെ കാണാൻ അന്ന് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ചിലവുള്ള പ്രശ്നമോ പ്രൈവസിയുടെ പ്രശ്നമോ ഒന്നും അല്ലത്. മറ്റുള്ളവർ മനസ്സിലാക്കുവാണെങ്കിൽ ഇപ്പോൾ 2 പേര് തമ്മിൽ ഒരിടത്ത് കാര്യം പറഞ്ഞിരിക്കുന്ന കണ്ടാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അറിയുന്ന ചുറ്റുപാടുള്ള സമൂഹമാണ് അവർക്ക് ആ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും നമ്മൾ കാണിക്കുന്ന മര്യാദയല്ലേ? അത് നമ്മൾ പ്രണയിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുന്നുണ്ടല്ലേ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നത്, സ്ഥലമില്ലാതായി പോകുന്നത്.
അല്ലെ ബീച്ചിലും പാർക്കിലും ഒക്കെ ആൾക്കാർ ഇരുന്ന കാര്യം പറയത്തില്ലേ? അല്ല ഓയോ റൂം ബുക്ക് ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രമല്ല ഈ പ്രൈവസി അവർക്ക് കൊടുക്കേണ്ടതാണെന്നുള്ളത് ഈ സമൂഹത്തിന്റെ തിരിച്ചറിവല്ല, തെരഞ്ഞെടുപ്പില്ലാത്ത സമൂഹത്തിന്റെ പ്രോബ്ലമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വലിയ സിസ്റ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോഴാണ് ഇത്രയും ചെലവ് വരുന്നത്. അധോലോകത്ത് പ്രണയം നടത്തേണ്ടി വരും. അതാണ് പറയുന്നത്. നമ്മൾ ജയിലിനകത്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിനകത്ത്, പരസ്പരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടിനകത്ത്, പരസ്പരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാടിനകത്ത്, തട്ടായിട്ട് ആൾക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനകത്ത്, ചോയ്സസ് ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് പ്രണയിക്കാൻ പോകുന്നവരുടെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞത്. ജനാധിപത്യപരമായ ഒരു സമൂഹത്തിനകത്ത് തെരഞ്ഞെടുപ്പാണ് കീ. ഇണയെ ജനപ്രതിനിധികളെ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇണയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചോയ്സസ് ഉള്ള സമൂഹത്തിനകത്ത് ഈ പറഞ്ഞ തരത്തിൽ വലിയ ആവശ്യങ്ങളൊന്നുമല്ല. ആൾക്കാർക്ക് എവിടെയും ഒന്നിച്ചിരിക്കാൻ പറ്റും, അവർക്ക് ഒന്നിച്ച് ഉമ്മ വെച്ചിരിക്കാൻ പറ്റും. കാരണം മറ്റൊരാൾ കാണുന്ന സമയത്ത് അവരത് ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. ആ ഒഴിഞ്ഞു പോകുന്നതിന് പകരം ഗ്ലാസും വെച്ച് ക്യാമറയും വെച്ച് അവിടെ പോയി സംഘം ചേർന്ന് അവരെ ഉപദ്രവിക്കുന്നവരായിട്ട് മാറുന്ന സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവരുടെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് കാര്യമാണ്. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കേണ്ട ആവശ്യം ഇന്ന് നമുക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് പരസ്പരം മര്യാദയ്ക്ക് പെരുമാറുന്നത്, ഇണകളാകുന്നത് എങ്ങനെയാണെന്ന്. അതിനെയാണ് നമ്മളിന്ന് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പഠിപ്പിക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഈ ലിംഗവും യോനിയും തമ്മിലുള്ള ബന്ധത്തിനെയാണ് അവർ കാണുന്നത്. അതിനപ്പുറത്ത് അവർക്ക് അറിയില്ല. മറ്റേതങ്ങനെ അല്ല. രണ്ടുപേര് തമ്മിൽ പരസ്പരം അറിയുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സുണ്ട്. ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിനകത്തുള്ള ഒരു പാർട്ട് മാത്രമാണ് ലൈംഗിക ബന്ധം. അല്ലാതെ അത് അതിൻ്റെ കൾമിനേഷനൊന്നുമല്ല, അവസാനവുമല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് പറയാനൊക്കത്തില്ല എന്ന് പറയുന്നത് വരെ പറയിപ്പിക്കുന്നതിൻ്റെ വരുന്നത് അങ്ങനെയാണ്. ഇതല്ല. പരസ്പരം അറിയുക എന്ന് പറയുന്നത് നമ്മളൊരു തെരഞ്ഞെടുക്കാനായിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോകുന്ന സമയത്ത് ഒരു കൊച്ചു ഇത് തരുവർ തിന്നു നോക്കാൻ. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് നമ്മളത് മേടിക്കുന്നത്. കടയിൽ പോയി ആ തെരഞ്ഞെടുപ്പ് നിഷേധിച്ച സമൂഹത്തിൻ്റെ അകത്തെ പ്രശ്നമാണ് ഇയാൾ പറയുന്നത്. അത് തട്ട് സമൂഹത്തിനകത്ത് പ്രണയമില്ല, പ്രണയമല്ല അത്. വേലിക്ക് നിന്ന് മിണ്ടുന്നതല്ല പ്രണയം. കത്ത് എഴുതി അയച്ചിട്ട് എന്താണ് പ്രേമലേഖനം എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിന് പ്രണയമില്ല. അത്രയൊന്നും എഴുതിയ അതൊന്നും അല്ല പ്രണയം. പരസ്പരം അറിയേണ്ടതുണ്ട്. അറിയാൻ അനുവദിക്കാത്ത സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഇയാൾ പറയുന്നത്. അത് വേറെ കാര്യമാണ്. അതിനകത്ത് ഇത് നടക്കത്തില്ല. സ്വാതന്ത്ര്യമില്ലാത്ത വീടുകളും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യമില്ലാത്ത റോഡുകളും ഒക്കെ ഉള്ള ഒരു നാട്ടിനകത്ത് ആളുകൾ എങ്ങനെ പ്രണയിക്കുന്നതിനും വലിയ ചിലവാണ്. കാരണം രഹസ്യമായ ഇടങ്ങളുണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഇയാൾ ഓയോ മുറിയെ പറ്റി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് പാർക്കിലിരുന്ന ആൾക്കാർക്ക് സംസാരിക്കാനും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വേറൊരാൾക്ക്, മൂന്നാമതൊരാൾക്ക് ദ്രോഹമുള്ളൊരു പ്രവൃത്തി രണ്ടുപേര് പ്രണയിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ മൂന്നാമതൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു? കത്തി കൊണ്ട് കുത്തുന്നവല്ലവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ആൾക്കാർ വിഷമിക്കുന്നത്? അവർക്ക് കിട്ടുന്ന എനിക്ക് സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിനെയാണ് സദാചാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്നല്ലോ ഒരു ചിലവുമില്ല. ഗോത്രത്തിലുണ്ടായിരുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഒരു ചിലവുമില്ല. ഒരു പൂ പറിച്ച് പോയാൽ മതി. രണ്ടുപേര് പോയിട്ട് ഒരു തോട്ടിൻ്റെ കരയിൽ ഇരുന്നിട്ട് വെള്ളം ഒഴുകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇരുന്ന് കാര്യം പറയുന്നതാണ്, ഉമ്മ വയ്ക്കുന്നതാണ്, ഒന്നിച്ച് കുളിക്കുന്നതാണ്, ഒന്നിച്ച് കളിക്കുന്നതാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോക്കുന്നതാണ്. ഇതൊക്കെ അവർ ചെയ്യുന്നതിന് വേറെ ആർക്കെങ്കിലും നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണോ? ഒന്നുമല്ല. നിയന്ത്രിക്കണം, ഇവരെ നമുക്ക് ഉപയോഗിക്കണം. ഞങ്ങളുടെ സാധനങ്ങളായിട്ട് അവരെ കാണുന്നത് കൊണ്ടാണ്, വസ്തുക്കളായിട്ട് ആളുകളെ കാണുന്നതുകൊണ്ടാണ്. ആടും കടുവായൊക്കെ, ആടിനെയും പട്ടിയെയൊക്കെ വളർത്തുന്ന പോലെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ അനുവദിക്കാത്തത്. കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയല്ലേ നമ്മുടെ? ആ കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥ എന്ന് പറയുന്നത് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഇടമാണ്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അനുസരണം പഠിപ്പിക്കുന്നത്. അച്ചടക്കവും അടക്കവും ഒതുക്കവും പഠിപ്പിക്കുന്നതിന് വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കളെയാണ്. ആടിനെ വളർത്തുമ്പം കൊഴുപ്പിക്കുന്നത് ആടിന് വേണ്ടിയല്ല. ആടും കോഴിയൊക്കെ കുഞ്ഞാട് എന്നൊക്കെ പറയത്തില്ല നമ്മൾ. ആടും ആടിനെയും കോഴിയും നമ്മൾ വളർത്തുന്നത് ആടിനും കോഴിക്കും വേണ്ടിയല്ല, നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് തിന്നാനാണ്. അന്നേ ആ ആടിനെ മനസ്സിലാകത്തുള്ളൂ, അയ്യോടാ ഇതിനാണ് ഇത്രയും ദിവസം എനിക്ക് ഭക്ഷണം തന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്ന എപ്പോഴാണ്. അങ്ങനെ വളർത്തുന്ന ആൾക്കാരുടെ ലോകമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര പാടാണ്, അത് സംശയമൊന്നുമില്ല. ഇയാൾ പറഞ്ഞതല്ലേ, വലിയ ചിലവാണ്. അത് അവരുടെ പ്രശ്നമാണ്.
അല്ലാതെ പ്രണയിക്കുന്നതിന് ഒരു രൂപ ചെലവിലുണ്ടാകത്തില്ല. പരസ്പരം സ്നേഹിച്ച് നടക്കുന്നതിന്, കയ്യെ പിടിച്ച് നടക്കുന്നതിന്, പാട്ടുപാടി നടക്കുന്നതിന് ആകെപ്പാടെ വല്ല ഐസ്ക്രീം മേടിക്കുന്നിടത്ത് മാത്രമാണ് ഒരു കാശിൻ്റെ കാര്യം വരുന്നത്. ഇനി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും മറ്റുള്ളവർ അവർ ഉപദ്രവിക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തുറസായ ഏത് പ്രദേശത്തും ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞ മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് എത്ര ചിലവാണ് ഇയാൾക്കുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് വേണം, കാരണം തിരക്കുള്ള ഒരു പ്രദേശത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ നമുക്കൊരു പ്രൈവസി കണ്ടു വരുമ്പോൾ നമുക്ക് കക്കൂസും കുളിമുറിയൊക്കെ വേണം. ഇതുപോലുള്ളൊരു മീനിങ്ങിനകത്താണ് ഇയാൾ പറയുന്ന ഓയോ സാധനം നിൽക്കുന്നത്. അത് തിരക്കുള്ളതിൻ്റെ നടുവിൽ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടാ. അല്ലാതെ ഈ ഇത്രയും വലിയൊരു പ്രദേശത്ത് ആൾക്കാർക്ക് കാട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ലൈറ്റും ടോർച്ചുമായിട്ട് പുറകെ പോയി പോലീസുമായിട്ട് ചെന്നിട്ട് അവരെ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒളിച്ച് ചെയ്യുന്ന കാര്യങ്ങളായി ഇത് മുഴുവൻ മാറിപ്പോയി. അതുകൊണ്ടാണ് ഒളിച്ച് ചെയ്യുന്നത്, മറവിൽ ചെയ്യണ ബാധ്യത വന്നതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായ അസൂയ അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്നു എന്ന് തോന്നുന്നതും പുരുഷന്മാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ നിൽക്കുന്നതായിട്ടുള്ള ലോകം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം അനുഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇരുട്ടത്തേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കണ്ടിട്ട് ഉടനെ ഒരു അസൂയ ഉണ്ടായി ആ ബന്ധത്തിനെ തകർക്കാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രൈവസിയുടെ ലോകങ്ങളുണ്ടായത്, അസൂയ ജനിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അത്രയേ അർത്ഥമേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കുന്ന ഒരാളിന് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോയിരിക്കുന്ന അവിടോട്ട് പോയി നമ്മൾ നോക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള മര്യാദകളുള്ളവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അല്ലാതെ ചിലവൊന്നുമില്ല. പ്രണയിക്കുന്നതിനല്ല ചിലവ്, ജീവിക്കുന്നതിന് ചിലവ് കൂടുതലാണ്. അത് വേറെ പല കാരണങ്ങളും കൊണ്ട് നമുക്കുണ്ടായി. അല്ലാതെ പ്രണയിക്കുന്നതിന് ഒരു ചിലവും ഇല്ലല്ലോ. പാട്ടും പാടി കയ്യെ പിടിച്ച് ഡാൻസ് ചെയ്ത് ഓടി നടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒന്നും ചിലവില്ല. ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ചിലവുണ്ടാകുന്നത്. ഇപ്പോൾ മൈത്രേൻ്റെ മനസ്സിലെ പ്രണയസങ്കല്പങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രണയങ്ങളും ഒക്കെ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു തലം മാറും. നമ്മുടെ ഒരു ചോദനയ്ക്കപ്പുറത്തേക്ക് ചിലപ്പോൾ തലച്ചോറ് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മളിതിനെ അനുഭവിക്കുന്നത്. അതേ പറ്റിയിട്ട് മൈത്രേയൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഈ കാലഘട്ടത്തിലെ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാട്ട് പാടാനും സംഗീതത്തിൻ്റെയൊക്കെ പറയുന്നത് പോലുള്ള കഴിവ് പോലെ തന്നെയാണ്. അതെല്ലാം പ്രായം കൊണ്ട് ഈ കഴിവുകളെല്ലാം കുറയും. അതിന് സംശയമൊന്നും വേണ്ട. നമ്മൾ ഇമാജിൻ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അത് ഈ ഇപ്പോഴുള്ള കാൽപ്പനിക പ്രണയം പോലെ ആകും പ്രായകാലത്തെ. അത് സംശയമൊന്നും വേണ്ട. അതിനകത്ത് അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടത്തോടെ പെരുമാറാൻ പറ്റുന്നു. അത്രയും വരെ കഴിയുള്ളൂ. ഇപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പണ്ട് കാലത്ത് എനിക്ക് കഴിയുമായിരുന്ന തരത്തിൽ എനിക്കിപ്പോൾ അത് കഴിയേയില്ല. വെറുതെ നമ്മൾ ആലോചിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഒരു തമാശയുണ്ട്. ഒരു പ്രായമായ ഒരാൾ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അയാൾ പ്രണയിക്കുന്നതിനെ പറ്റിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ്, അമ്മാച്ച ഇതൊക്കെ നിങ്ങളുടെ തലയ്ക്കകത്തേ ഉള്ളു. അപ്പം അയാൾ പറഞ്ഞ അത് അങ്ങനെയാണെന്ന് എനിക്കറിയാം, ഇത് താഴോട്ട് നിറക്കാൻ പറ്റുമോ എന്നറിയാനാണ് എൻ്റെ അടുത്ത് വന്നത് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾക്ക് പ്രായം കൊണ്ട് അങ്ങനെ തന്നെ ആകും. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യരോട് പരസ്പരം പെരുമാറാൻ, കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ഇതിനൊന്നും ഒരു തടസ്സവും ഇല്ല. പരസ്പരം മസാജ് ചെയ്യുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? പരസ്പരം ഉമ്മ വയ്ക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടിയെ ഉണ്ടാക്കി വളർത്തുക എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് ഒരു കാലഘട്ടത്തിനകത്ത് ചെയ്താൽ മതി. അല്ലാതെ എല്ലാവരും എല്ലാ ലൈംഗിക ബന്ധത്തിനകത്ത് കുഞ്ഞുണ്ടാകത്തും ഇല്ലല്ലോ. അതും നമ്മൾ അറിയേണ്ടതാണ്. അല്ലാതെ എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് പ്രണയപരമായി ചെയ്യാൻ പറ്റും. പ്രായമാകുന്ന സമയത്ത് സൗഹൃദത്തിൻ്റെ ലോകങ്ങളാണ് രൂപപ്പെടുന്നത്. അല്ലാതെ മക്കളെല്ലാം പേടിക്കുന്ന അമ്മയും അച്ഛനും പ്രണയിച്ച് ഇനിയും കൊച്ചുണ്ടായി പോയാൽ നമ്മുടെ സ്വത്ത് പോകും എന്നുള്ള പേടി കൊണ്ടാണ് ഈ അമ്മയും അച്ഛനും, അല്ലെങ്കിൽ എല്ലാ അമ്മയ്ക്കും അച്ഛനും ഒറ്റപ്പെട്ടു പോയി വീടുകളിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇണകളെ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ബുദ്ധിയുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇണകളെ കണ്ടെത്താൻ അനുവദിക്കുന്ന സമൂഹമാണ് ഉണ്ടാകണം. മക്കൾക്കോ അനുവദിച്ചില്ല, അവർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ബോധം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ മൈത്രേയൻ നടത്തുന്ന ഒരു പ്രവർത്തനമുണ്ട്. കുറേ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ച കുറേ സമയം സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടിനെ കുറിച്ച് ബോധേടാണോ? റിസൾട്ടിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ മരങ്ങൾ നടുന്നത് പോലെ അതിൻ്റെ ഫലം ഉണ്ടാകുക എന്ന് പറയുന്നത് അടുത്ത 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് നമുക്ക് അറിയാനൊക്കത്തില്ല. അപ്പം നമുക്കത് നട്ടുകൊണ്ടേയിരിക്കാനേ പറ്റുള്ളൂ.
നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ റിസൾട്ട് കാണണമെന്ന് ആലോചിച്ചാൽ ലോങ് ടൈം ആയിട്ടുള്ള ആയിരക്കണക്കിന് പ്രവൃത്തിയുണ്ട്. അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആരോ ഇതുപോലെ ചെയ്തതിൻ്റെ ആണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പ്രവർത്തിച്ച ആൾക്കാരാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. റിലേറ്റീവായ സ്വാതന്ത്ര്യമാണത്. ഇതിനേക്കാളും കൂടുതൽ അടുത്ത ഞാൻ എവിടെയാണോ ജീവിച്ചിരിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സമൂഹം നിർമ്മിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. അത് ചെയ്യുക എന്നുള്ളതാണ്. ഓ, ഇനി ഒരുപാട് വനവൽക്കരണം നടക്കട്ടെ. ശരി, താങ്ക് യു. മൈത്രേനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഇയാൾ പറയുമ്പോൾ എനിക്ക് കോരിതിരിക്കുന്ന ആളാണ്. ഇടയ്ക്കൊക്കെ കാണണം കേട്ടോ. മൈത്രേനെ കണ്ടൊന്ന് ഹഗ്ഗൊക്കെ ചെയ്താൽ സന്തോഷം ഇരട്ടിക്കുമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ മൈത്രേനെ അനുവദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുവദിക്കുന്നതാണ്. തീർച്ചയായിട്ടും. താങ്ക് യു. ശരി.